ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നുണ പറയുന്നത് എങ്ങനെ കണ്ടെത്താം എന്നതിനെ പറ്റിയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെ കണ്ണ് നിരീക്ഷിച്ചാൽ തന്നെ അദ്ദേഹം പറയുന്നത് സത്യമാണോ നുണയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മുൻപിൽ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ആൻസർ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണൊന്ന് നിരീക്ഷിക്കുക. ആ കണ്ണിൻ്റെ ചലനം മാത്രം നോക്കിയാൽ തന്നെ അദ്ദേഹം പറയുന്നത് നുണയാണോ സത്യമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? അദ്ദേഹം നമ്മളോട് മറുപടി പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണ് ചലിക്കുന്നത് റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ അദ്ദേഹം പറയുന്നത് കള്ളമാണ്. എന്നാൽ അദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണ് ചലിക്കുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ അദ്ദേഹം പറയുന്നത് സത്യമാണ്. ഇനി എങ്ങോട്ടും ചലിക്കുന്നില്ല, സ്ട്രെയിറ്റ് ആണെങ്കിൽ അദ്ദേഹം പറയുന്നത് സത്യം തന്നെയാണ്. വലതു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കള്ളമാണെന്ന് ഉറപ്പിക്കാം, ഇടതു ഭാഗത്തേക്കാണെങ്കിൽ സത്യമാണെന്നും ഉറപ്പിക്കാം. ഇനി ഇതിൽ തന്നെ ഒരുപാട് കാറ്റഗറികളുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കണ്ട കാര്യമാണ് പറയുന്നതെങ്കിൽ അത് സത്യമാണ് എങ്കിൽ ഇടതുവശത്തേക്കാണ് കണ്ണ് ചലിക്കുക, ഇടതുവശത്തേക്ക് മുകൾ ഭാഗത്തേക്ക്. എന്തെങ്കിലും കാഴ്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷ്വലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടതിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ അത് സത്യമാണ്, യാഥാർത്ഥ്യമാണെങ്കിൽ അത് ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ചലനം ഇടത് കണ്ണിൻ്റെ ഇടത് ഭാഗത്തേക്ക് മുകൾ വശത്തേക്കായിരിക്കും. എന്നാൽ ഒരു കാര്യം ഒരു വ്യക്തി കണ്ടു, വിഷ്വൽ കണ്ടു എന്ന് പറയുകയാണ്, സത്യത്തിൽ അദ്ദേഹം കണ്ടിട്ടില്ല, അദ്ദേഹം അത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് ചലിക്കുന്നത് റൈറ്റ് സൈഡിലോട്ട് മുകളിലോട്ടായിരിക്കും. അപ്പൊ കണ്ട കാര്യം സത്യമാണെങ്കിൽ ഇടത് ഭാഗത്തേക്ക് മുകളിലോട്ടും, കണ്ട കാര്യം നുണയാണെങ്കിൽ വലത് സൈഡിലോട്ട് മുകളിലോട്ടുമാണ് കണ്ണിൻ്റെ ചലനം ഉണ്ടാവുക. ഇനി ഇതുപോലെ തന്നെ കേട്ട കാര്യമാണെങ്കിൽ, ഒരു കാര്യം ഞാൻ കേട്ടു, അത് സത്യമാണ് പറയുന്നതെങ്കിൽ, ഇന്നത് ഞാൻ കേട്ടു എന്നത് സത്യമാണെങ്കിൽ ഇടതുവശത്ത് സ്ട്രെയിറ്റ് ആയിരിക്കും, ഒന്നുകിൽ ചലിക്കില്ല, അതല്ലെങ്കിൽ ഈ ചെവിയുടെ ഭാഗത്തേക്കായിരിക്കും കണ്ണ് ചലിക്കുക, കൃഷ്ണമണി ചലിക്കുക. എന്നാൽ ആ കേട്ട കാര്യം, ഒരു കാര്യം ഞാൻ കേട്ടു, കേൾക്കാത്തൊരു കാര്യമാണ് ഒരു വ്യക്തി കേട്ടു എന്ന് പറയുന്നതെങ്കിൽ ആ കണ്ണിന്റെ ചലനം റൈറ്റ് സൈഡിൽ ഈ ചെവിയുടെ ഭാഗത്തേക്കായിരിക്കും കണ്ണ് ചലിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അനുഭവിച്ച എന്തെങ്കിലും കാര്യം, ഇപ്പൊ പലപ്പോഴും കേസൊക്കെ തെളിയിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അവൻ എന്നെ തല്ലി എന്ന് വെറുതെ, അത് അനുഭവിച്ചൊരു കാര്യമാണല്ലോ. അപ്പോൾ ചിലപ്പോൾ തല്ലിയിട്ടുണ്ടാവില്ല, അപ്പൊ അത് ക്രിയേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് താഴ്ഭാഗത്തേക്കായിരിക്കും കൃഷ്ണമണി ചലിക്കുന്നുണ്ടാവുക. റൈറ്റ് സൈഡിൽ താഴ്ഭാഗത്തേക്കാണ് കൃഷ്ണമണി ചലിക്കുന്നതെങ്കിൽ അനുഭവിച്ചു എന്ന് അദ്ദേഹം പറയുന്ന കാര്യം കള്ളമാണ് അദ്ദേഹം പറയുന്നത്, ക്രിയേറ്റ് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ലെഫ്റ്റ് സൈഡില് താഴ്ഭാഗത്തേക്കാണ് കണ്ണ് ചലിക്കുന്നതെങ്കിൽ അദ്ദേഹം ശരിക്കും അത് അനുഭവിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് അടി കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം പറയുന്നത് സത്യമാണ്. ഇങ്ങനെ അനുഭവിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ കേട്ട കാര്യങ്ങളും വിഷ്വൽ കണ്ട കാര്യങ്ങളും സത്യമാണോ നുണയാണോ എന്ന് നമുക്ക് ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് കണ്ണിൽ നോക്കി കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്നുകൂടി പറയാം, റൈറ്റ് സൈഡിലോട്ട് കണ്ണ് ചലിക്കുമ്പോഴെല്ലാം അദ്ദേഹം പറയുന്നത് നുണയാണ്, ലെഫ്റ്റ് സൈഡിലോട്ട് കണ്ണ് ചലിക്കുമ്പോഴെല്ലാം അദ്ദേഹം കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള സത്യമാണ് പറയുന്നത്. ഓക്കെ, കേട്ട കാര്യങ്ങളാവുമ്പോൾ ഈ ചെവിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും കണ്ണ് ചലിക്കുന്നുണ്ടാവുക, അതല്ലെങ്കിൽ ചലിക്കില്ല. വിഷ്വൽ ആണെങ്കിൽ മുകളിലോട്ടാണ് പോവുക, കണ്ടതാണെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിലും മുകളിലോട്ടാണ് കണ്ണ് പോവുക. അനുഭവിച്ചത് വരുന്ന സമയത്ത് കൃഷ്ണമണി താഴോട്ടാണ് പോവുക. ഓക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ഒരു വ്യക്തി നുണയാണോ പറയുന്നത് സത്യമാണോ പറയുന്നത് എന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കുക. NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന സബ്ജക്റ്റിൽ വരുന്നതാണ് ഇത്. നിങ്ങൾ എല്ലാവരും പരീക്ഷിക്കുക. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം, ഈ വരുന്ന മാർച്ച് 10-ന് എറണാകുളത്ത് വെച്ച് എക്കോ സ്പാർക്ക് ടു ബിക്കം എ ഗോൾ അച്ചീവർ എന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആകർഷണ നിയമവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രോഗ്രാമാണ്.
ആകർഷണ നിയമം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം എങ്ങനെ നേടാം എന്ന് വളരെ ഡീപ്പായിട്ട് പഠിപ്പിക്കുന്ന യുണീക്കായിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ആ പ്രോഗ്രാമിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. നിങ്ങളുടെ ഏതൊരു സ്വപ്നമാണെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ഡിസൈൻ ചെയ്ത് ആ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കുന്നതിനുള്ള എല്ലാവിധ ടൂൾസുകളും സ്ട്രാറ്റജീസും ഗോൾ അച്ചീവേഴ്സിൻ്റെ പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസും ഗോൾ അച്ചീവേഴ്സിൻ്റെ ഹാബിറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും, അതുകൂടാതെ ഗോൾ അച്ചീവേഴ്സിൻ്റെ മൈൻഡ് എങ്ങനെയാണ്, ഗോൾ അച്ചീവേഴ്സിൻ്റെ ഹാർട്ട് എങ്ങനെയാണ്, ഗോൾ അച്ചീവേഴ്സിൻ്റെ ജീവിത രീതി എങ്ങനെയാണ്, ഇതൊന്നും കൂടാതെ നമ്മുടെ വിശ്വാസത്തെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ടെക്നിക്കുകളും ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരുപാട് ടൂൾസുകളും ആക്ടിവിറ്റീസുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എക്കോ സ്പാർക്ക് ടു ബിക്കം എ ഗോൾ അച്ചീവർ. നിങ്ങൾക്കൊരു ഗോൾ അച്ചീവർ ആകാൻ എന്തെല്ലാം ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടോ അതെല്ലാം നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ ഡിസൈൻ ചെയ്തിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള എല്ലാ പ്രിൻസിപ്പിൾസും വളരെ ഡീപ്പായിട്ട് പഠിപ്പിക്കുന്ന പ്രോഗ്രാം കൂടിയാണ് എക്കോ സ്പാർക്ക് ടു ബിക്കം എ ഗോൾ അച്ചീവർ എന്ന പ്രോഗ്രാം. എല്ലാവരും പ്രോഗ്രാമിൽ പങ്കെടുക്കുക. നമുക്ക് പ്രോഗ്രാമിൽ വെച്ച് കാണാം. താഴെ ഞാനൊരു കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ ഉടൻ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.